ഹായ് കൂട്ടുകാരെ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ രഘു അമ്പിളിയോട് കാര്യങ്ങളൊക്കെ പറയണം കേട്ടോ. രഘു പറയാണ്, ഞങ്ങൾ ദയുടെ കേസുമായിട്ടല്ല പോലീസ് സ്റ്റേഷനിൽ പോയത്, വിനയൻ്റെ കേസ്. വിനയൻ എന്താണ് ചെയ്തത് എന്നിങ്ങനെ അമ്പിളി ചോദിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഉടൻ തന്നെ പറയണേ, വിനയൻ നമ്മുടെ മഞ്ചാടിയുമായിട്ടുള്ള ഒരു കേസാണ്. ആ ജീവരാജ് വിനയനെ ഭീഷണിപ്പെടുത്തി വീഡിയോ ഉണ്ടാക്കിയെന്നോ അങ്ങനെ എന്തൊക്കെ പറഞ്ഞു കേട്ടോ. ഈ സത്യങ്ങൾ അറിഞ്ഞ് ഞാൻ അവനെ ഫോളോ ചെയ്ത് 2 ദിവസമായി നടക്കുന്ന ജീവരാജ് ഇറങ്ങിയത് മുതൽ സത്യത്തിൽ അവൻ എന്തോ ഉണ്ടാക്കാൻ തയ്യാറായതാണ്. ഇനി ഉണ്ടോ ഇല്ലേന്ന് അറിയാൻ അവൻ്റെ ലാപ്ടോപ്പ് ചെക്ക് ചെയ്യാൻ ഇനി കൊടുത്തിരിക്കുകയാണ് എന്നൊക്കെ ഇങ്ങനെ പറയാനേട്ടാ. അപ്പോൾ ഇതെല്ലാം കേട്ട് ആകെ ഞെട്ടിപ്പോവാണ് അമ്പിളി. ഈശ്വര, എന്തൊരു കഷ്ടകാലമാണ് ഇതൊക്കെ. അച്ഛൻ അറിഞ്ഞു കഴിഞ്ഞാൽ അച്ഛന് താങ്ങില്ലല്ലോ എന്നിങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഇതൊക്കെ കേട്ടിട്ട് രഘു പറയാം, എന്ത് ചെയ്യാൻ, അമ്മാവൻ്റെ ഒരു വിധി. ഒരു പ്രശ്നം കഴിയുമ്പോൾ ഒരു പ്രശ്നം. 5 പെമ്മക്കളാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, 5നും ഓരോരോ പ്രശ്നങ്ങളാണല്ലോ എന്ന് പറയണേ. എന്തായാലും ദാസങ്കളിനെ നാളെ രാവിലെ തന്നെ വിളിച്ചു വരുത്തണം എന്ന് പറയാനേട്ടാ. അങ്ങനെ ഈ സമയം രാവിലെ തന്നെ ദാസിനെ വിളിക്കുകയാണ്. അപ്പോൾ അനുപമയാണെങ്കിലോ പോകാൻ ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ദാസ് പറയണം, ഞാൻ ആക്കി തരാം മോളെ, നിന്നെ വഴിയിൽ എവിടെ വെച്ച് പറഞ്ഞാൽ മതി എന്ന് പറയണേ. അപ്പോൾ ഈ സമയം അനുപമ വിളിച്ചിട്ട് ഇന്ദ്രനോട് പറയണേ, ഇന്ദ്രേട്ടാ ഞാൻ എന്തായാലും ആ വഴി വരുന്നുണ്ട്. അപ്പോൾ ഇന്ദ്രൻ പറയണ, ശരി മോളെ നീ ഇങ്ങോട്ടേക്ക് വന്നോളൂ എന്ന് അനുപമ പറയണം കേട്ടോ. അനുപമയോട് ഇന്ദ്രൻ പറയണം. അങ്ങനെ ആ ഒരു വഴിയിലോട്ട് ഇറക്കി കൊടുക്കണം കേട്ടോ. എന്നാൽ ഈ സമയം ഇനിയാണ് കളികളാകെ കൈവിട്ടു പോകുന്നത്. സുഷിരയുടെ ഒരു കള്ളക്കളിക്ക് ഒരു അറുതി വരികയാണ് കേട്ടോ. അങ്ങനെ ഈ സമയം അനുപമയും കാത്ത് ഇന്ദ്രനും സുശീലയും സോനയും ഒക്കെ ഇങ്ങനെ കാത്തു നിൽക്കുകയാണ്. സത്യനൊക്കെ കാത്തു നിൽക്കുകയാണ്. അപ്പോഴേന്നെ നന്നായി ദേഷ്യം വരുന്നുണ്ട്. അനുപമയെ ഒരിക്കലും ഈ ഡ്രസ്സ് എടുക്കാൻ കൊണ്ടുപോകുന്ന ഒട്ടും ഇഷ്ടമല്ല. ഈ കല്യാണം നടക്കണം അത്രയേ ഉള്ളൂ. പക്ഷേ കല്യാണം ഏകദേശം ഉറപ്പിച്ചെന്ന് കാണുമ്പോൾ സുശീലയുടെ തനി സ്വഭാവം പുറത്ത് വരൽ തുടങ്ങിയിട്ടാണ്. അങ്ങനെ അനുപമ വരുമ്പോൾ അനുപമയെ കാണാനില്ലാത്തത് കൊണ്ട് തന്നെ ഞാൻ പറഞ്ഞതാണ് അവളെ അങ്ങോട്ട് എങ്ങോട്ടെങ്കിലും വന്നോളൂ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിങ്ങനെ ദേഷ്യം പിടിച്ച് നിൽക്കുമ്പോൾ അനുപമയുടെ ഇറങ്ങി വരവ്. അങ്ങനെ ഇന്ദ്രൻ പറയണം, അതാ അവൾ വന്നു എന്ന് പറയണം. അങ്ങനെ അനുപമയെ വിളിക്കുമ്പോൾ തന്നെ ഈ ഓരോന്നിനെ ഈ ഡ്രസ്സ് എടുക്കാനും കാര്യങ്ങൾക്കൊക്കെ കൊണ്ടുപോയിട്ട് കണ്ണുകടി കിട്ടാൻ വേണ്ടി വേറെ ഓരോന്ന് ചെയ്ത് കൂട്ടുന്നു എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് അനുപമയെ താഴ്ത്തി കെട്ടുമ്പോൾ അത് കേൾക്കുന്ന സോനയ്ക്ക് അങ്ങ് ദേഷ്യം പിടിക്കാനിട്ട്. ആരുടെ കണ്ണുകടിയാണ് അമ്മയെ കിട്ടുന്നത്? ഈ കല്യാണം തന്നെ ഇന്ന് നടക്കാൻ കാരണം ആരാണ്? അനുചേച്ചിയല്ലേ? എന്താ അമ്മ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നതെന്ന് പറയുമ്പോൾ ഇനിയൊന്നും മിണ്ടാതിരുന്നേ, നിന്നോട് സംസാരിക്കാൻ ഞാൻ വന്നില്ല എന്ന് പറയട്ടാ. എന്നാൽ ഈ സമയം ഇന്ദ്രനാണെങ്കിലും ഇനിയൊരു സംസാരം വേണ്ട, വാ നമുക്ക് പോവാമെന്ന് പറഞ്ഞിട്ട് ഇന്ദ്രൻ അങ്ങ് പോവാൻ ഒരുങ്ങാണ് കേട്ടോ. അപ്പോഴാണ് തൻ്റെ കൺമുന്നിൽ ആ ഞെട്ടിക്കുന്ന ആ കാഴ്ച അനുപമയുടെ കണ്ണിൽ കാണുന്ന കേട്ടോ. അതായത് ആ നിൽക്കുന്ന അന്ന് വന്ന ആ പെണ്ണിട്ട രമണി ചേച്ചി എന്ന് പറയുന്ന ആ സ്ത്രീയെ അവിടെ വെച്ച് കാണുകയാണ്. അത് കാണുന്നതിനോട് കൂടി അനുപമയ്ക്ക് ആ വേഷവും അതൊക്കെ മാറിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അനുപമ ഇങ്ങനെ അവർ തന്നെയാണോ എന്നിങ്ങനെ ഉറപ്പിക്കാൻ വേണ്ടി ഇങ്ങനെ നിൽക്കുമ്പോൾ, എന്താ അനു നീ വണ്ടിയിൽ കയറാത്ത, വാ എന്ന് പറയാണ്. ഉടൻ തന്നെ അവൾ കണ്ണുകടി കിട്ടാൻ വേണ്ടി അവളിങ്ങനെ നോക്കി നിൽക്കേക്കും. ഞാൻ പറഞ്ഞത് അവൾക്ക് പിടിച്ചിട്ടുണ്ടാവില്ല എന്നൊക്കെ ഇങ്ങനെ സുശീല പറയുന്ന സമയത്ത് അനുപമ പറയാണ് ഇന്ദ്രനോട്, ഇന്ദ്രട്ട ഒന്ന് അവിടെ നിന്നേ, പോവാൻ വരട്ടെ, ചില കാര്യങ്ങൾ എനിക്കറിയാനുണ്ട്. അത് കേട്ട ഉടനെ സുശീല, ഇവളിപ്പോൾ എന്താ ഈ നേരത്ത് ഇങ്ങനെ ഒരു സംസാരം? അത് കേട്ട ഉടനെ സത്യം എന്താ അനുചേച്ചി? അതെ, അന്ന് ആ അമ്പലത്തിൽ വെച്ച് എന്നോട് പറഞ്ഞ ആ സ്ത്രീ ഉണ്ടല്ലോ, ആ രമണി ചേച്ചി, അമ്മയുടെ ബന്ധുവായ രമണി ചേച്ചി, ആ സ്ത്രീ ആ നിൽക്കുന്നതെന്ന് പറയട്ടോ. ഇത് കേൾക്കുന്ന സുശീല ആകെ പേടിച്ചു, ഈശ്വര ഇനി എന്ത് ചെയ്യും എന്നുള്ള ഭാവത്തില്ല. അപ്പോൾ സത്യനും ഇന്ദ്രനും എവിടെയെന്ന് ചോദിക്കണം, അതാ നിൽക്കുന്നു എന്ന് പറയണ്ട. അങ്ങനെ ആ സ്ത്രീയുടെ അടുത്തോട്ട് പോവുകയാണ്. ആ സ്ത്രീയാണെങ്കിൽ ഇളനീർ കച്ചവടം നടത്തുന്ന ഒരു സ്ത്രീയായിരിക്കും. അതുകൊണ്ട് തന്നെ അവർ വേഷമൊക്കെ അങ്ങ് അതുപോലെയല്ല, വേറൊരു വേഷത്തിലാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവരുടെ അടുത്തോട്ട് പോകുമ്പോൾ ഇനി എന്ത് ചെയ്യും, ഇവളെ കൊണ്ട് തോറ്റു, ഇവളത് കണ്ടുപിടിച്ച ഇവളെ രഹസ്യങ്ങൾ പുറത്ത് പറയിപ്പിച്ച് കഴിഞ്ഞാൽ ഇന്ദ്രൻ എന്നെ വെറുക്കും. ഇതോടുകൂടി സത്യനും ഈ വിവാഹമേ വേണ്ടെന്ന് വെക്കും. ഈശ്വര ഞാൻ ഇനി എന്ത് ചെയ്യുമെന്ന പ്രതിസന്ധിയിൽ നിൽക്കാൻ കേട്ടോ. ഇതേ സമയം ഇന്ദ്രൻ രമണിയുടെ അടുത്തോട്ട് പോവാണ്. ഈ സമയം രമണിയെ കണ്ട ഉടൻ തന്നെ അനുപമ ചോദിക്കും, നിങ്ങൾക്ക് എന്നെ അറിയുമോ? അത് കേൾക്കുന്ന രമണി ഇങ്ങനെ നിന്ന് കേട്ടോ. എന്താ ഞാൻ ചോദിച്ചത് നിങ്ങൾ കേട്ടില്ലേ? നിങ്ങൾക്ക് എന്നെ അറിയുമോ എന്ന് ചോദിക്കുമ്പോൾ ഉടൻ തന്നെ രമണി പറയണേ, ഞാൻ നിങ്ങളെ കണ്ടിട്ട് പോലുമില്ല, നീ കുട്ടി ഇവിടെ ഇളനീര് വാങ്ങാൻ മുമ്പ് എങ്ങനെയും വന്നിട്ടുണ്ടോ എന്നൊക്കെ ചോദിക്കുമ്പോൾ, എന്താ നിങ്ങൾ ആളെ കളിയാക്കുകയാണോ? സുശീല എന്ന് പറയുന്ന സ്ത്രീയുടെ ബന്ധുവല്ലേ നിങ്ങൾ? അത് കേട്ട ഉടൻ തന്നെ, അയ്യോ ഈ പെണ്ണ് എന്നെ പിടിക്കുമോ ആണോ, ഈ മക്കളെ എടുത്ത് തല്ല് കിട്ടുവാണോ എന്ന പേടിയിൽ ഇങ്ങനെ രമണി നിൽക്കുന്ന സമയത്ത് നിങ്ങൾ പറയുന്നുണ്ടോ, അതല്ലെങ്കിൽ നിങ്ങളെ കൊണ്ട് പറയിപ്പിക്കണോ? അത് കേട്ട ഉടൻ തന്നെ
രമണി പറയും, എന്താ നിങ്ങളെന്നെ ഭീഷണിപ്പെടുത്തുകയാണോ? ഞാൻ ഭീഷണിപ്പെടുത്തിയല്ലേ, നിങ്ങളല്ലേ എൻ്റെ മനസ്സിൽ ഓരോ വിഷമിട്ട് പോയത്. അതുകൊണ്ട് ഞാൻ ഇപ്പോൾ പോലീസിനെ വിളിക്കാൻ, നിങ്ങളെ കൊണ്ട് സത്യം പറയിപ്പിക്കാൻ പറ്റൂലെന്ന് ഞാൻ നോക്കട്ടെ. അത് കേൾക്കുന്ന സുശീല പെട്ടല്ലോ എന്ന ഭാവത്തിൽ നിൽക്കുകയാണ്. എന്നാൽ ഈ സമയം സത്യനും ഇത് കണ്ട്, ശരിയാണ് അനുസരിച്ച് പോലീസിനെ വിളിക്കുക, ഇനി ഇവരെ വെറുതെ വിടരുത്, ഇവരെ പോലെ ഉള്ളവരാണ് ഒരു കുടുംബം തകർക്കുന്ന പ്രവൃത്തി ചെയ്തിരുന്നത്, അതുകൊണ്ട് ഇവരെ വെറുതെ വിടരുത് എന്ന് പറയണം കേട്ടോ. അങ്ങനെ ഈ സമയം ഇതൊക്കെ കേട്ട് ഞെട്ടിയിട്ട് അനുപമ ഈ പറയുന്നതൊക്കെ കേട്ട് പെട്ടെന്ന് സുശീല ഹർഷക്ക് ആരും കാണാതെ ഫോൺ വിളിക്കുകയാണ്. എന്നാൽ ഈ സമയം ദാസാണെങ്കിലോ രഘുവിൻ്റെയും മാഷിൻ്റെയും അടുത്തെത്തിയിരിക്കുകയാണ്. അങ്ങനെ മാഷ് എവിടെയെന്ന് ചോദിക്കുമ്പോൾ അച്ഛൻ റൂമിൽ നിന്ന് ഇറങ്ങിയിട്ടില്ല എന്ന് പറയണേ. അങ്ങനെ മാഷിനെ കാണാൻ വേണ്ടിയിട്ട് ദാസ് ചെല്ലാണ് കേട്ടോ. അപ്പോൾ ദാസ് ചെല്ലുമ്പോൾ, എന്താ അണ്ണ റൂമിൽ നിന്ന് ഇറങ്ങുമൊന്നും ചെയ്യാത്ത, മക്കൾ പറയുന്നു ദയ വന്നില്ല, പിന്നെന്താ അണ്ണന് ഇത്ര വല്ലാത്ത ടെൻഷൻ എന്നൊക്കെ ചോദിക്കുമ്പോൾ, എൻ്റെ മകൾക്ക് ഞാൻ ഇവിടെ നിന്ന് പോകുമ്പോൾ ഒരു വാക്ക് കൊടുത്തിരുന്നു, ഒരിക്കലും ഞാൻ അവളെ പോലീസ് സ്റ്റേഷനിൽ കയറ്റില്ല എന്ന്. പക്ഷേ ഞാൻ നോക്കി നിൽക്കേ അവൾക്ക് പോലീസിൽ പോവേണ്ടി വന്നില്ലേ, അവളെ അറസ്റ്റ് ചെയ്തില്ലേ, പോലീസ് ജീപ്പിൽ കയറ്റേണ്ടി വന്നില്ലേ, അതെൻ്റെ കുറ്റമല്ലേ, എൻ്റെ അടുത്ത് പറ്റിയ തെറ്റല്ലേ, അത് ആലോചിക്കുമ്പോൾ എനിക്ക് എന്നോട് തന്നെ കുറ്റബോധം തോന്നുന്നു, എന്നോട് തന്നെ എനിക്ക് വെറുപ്പ് തോന്നുന്നു എന്നൊക്കെ പറയുമ്പോൾ, അണ്ണ അങ്ങനെയല്ല, അവൾ ചെയ്ത തെറ്റിനുള്ള ശിക്ഷ അവൾക്ക് കിട്ടിയിരിക്കണം, അവൾ ചെയ്തു, ആ തെറ്റിൻ്റെ ശിക്ഷയാണ് അവൾക്ക് ആ പോലീസ് സ്റ്റേഷനിൽ വരെ പോയ അത്. കാരണം ഒരു ചെറുപ്പക്കാരൻ, ഒരു നിരപരാധിയാണ് അവൾ ഇതിലോട്ട് വലിച്ചഴിച്ചത്, ആ നിരപരാധി അനുഭവിച്ചത് എന്താ, തെളിവെടുപ്പിന് വരെ അവരെ കൊണ്ടുവന്നില്ലേ, അപ്പോൾ അവളത് ചെയ്തത് ഒരു തെറ്റുമില്ല, അവൾക്കത് കിട്ടിയത് ഒരു തെറ്റുമില്ല. എന്തായാലും അണ്ണ ഇങ്ങനെ വിഷമിച്ചിരുന്ന മക്കൾക്കെല്ലാം സങ്കടമാവില്ല, അണ്ണൻ സന്തോഷത്തോടു കൂടി ഇരിക്കുക. ഇപ്പോൾ ഏകദേശം പ്രശ്നങ്ങൾക്കൊക്കെ ഒരു പരിഹാരമായില്ലേ, പിന്നെ അണ്ണൻ എന്താ പ്രശ്നമെന്ന് ചോദിക്കണം കേട്ടോ. അങ്ങനെ ഇതൊക്കെ കേട്ട് മാഷിൻ്റെ മനസ്സിൽ നിന്നും ആ ഒരു വേദന മാറുന്നില്ല. അങ്ങനെ മാഷിനോട് സംസാരം കഴിഞ്ഞ് ഇനി ദയോട് സംസാരിക്കാമെന്ന് ആ ഒരു ഇതിൽ ദയയുടെ അടുത്തോട്ട് പോവാണ്. എന്താ ദയ, നിനക്ക് എല്ലാവരോടും വെറുപ്പും ദേഷ്യവും അഹങ്കാരവും, എന്തിനു വേണ്ടിയാണ് നീ ഇങ്ങനെയൊക്കെ ചെയ്തു കൂട്ടുന്നത്? നിങ്ങളെ എത്രയോ കഷ്ടപ്പെട്ട് വളർത്തിയ ആളാണ് അണ്ണൻ, ആ അണ്ണനോട് നിങ്ങൾ എന്തിനാണ് ഇങ്ങനെയൊക്കെ കാട്ടുന്നത്? 5 പെമ്മക്കൾക്ക് വേണ്ടി മാത്രം ജീവിച്ച ഒരാളാണ്. നിങ്ങളുടെ അമ്മ പോയതിന് ശേഷം വേറൊരു വിവാഹം കഴിച്ചോ ഒന്നും ഇല്ലല്ലോ, പിന്നെ എന്തിനാണ് നിങ്ങളിങ്ങനെയൊക്കെ കാട്ടുന്നതെന്ന് പറയുമ്പോൾ ദയ അവിടെ ദേഷ്യത്തോടു കൂടി നിൽക്കുകയാണ് കേട്ടോ. എൻ്റെ മോൾ എന്തിനാ എങ്ങനെ ദേഷ്യപ്പെടുന്നത്? നീ ചെയ്ത തെറ്റിനുള്ള ആ ഒരു ശിക്ഷയാണ് നിനക്ക് കിട്ടിയത്, പക്ഷേ നിൻ്റെ അച്ഛൻ സങ്കടപ്പെടുന്നത് നിന്നെ രക്ഷിക്കാനായില്ലല്ലോ, നിന്നെ പോലീസ് സ്റ്റേഷനിൽ കയറ്റിയല്ലോ എന്നൊക്കെ പറഞ്ഞിട്ടാണ് നിൻ്റെ അച്ഛൻ സങ്കടപ്പെടുന്നത്. അപ്പം നീ ഒരു മനസ്സുകൊണ്ട് നല്ലപോലെ സന്തോഷത്തോടു കൂടി എല്ലാവരോടും പെരുമാറിക്കഴിഞ്ഞാൽ ഈ വീട്ടിൽ സന്തോഷം താനേ വരില്ലേ? എന്താ നിനക്ക് പറ്റിയത്? ദയയും ശബരിയുമായി എന്താ പ്രശ്നം? എന്നോടെങ്കിലും തുറന്നു പറയാം, ആ പ്രശ്നത്തിന് ഞാൻ പരിഹാരം ഉണ്ടാക്കാമെന്ന് ദയോട് പറയുന്നു കേട്ടോ. എന്നാൽ ഈ സമയം ഹർഷക്ക് വിളിക്കുകയാണ് സുശീല. ഹർഷ, ആ രമണിയെ ഈ അനുപമ കണ്ടിരിക്കുന്നു, ഇനി എന്ത് ചെയ്യൂ, എന്താണ് ഇതിൽ നിന്ന് രക്ഷപ്പെടാനുള്ള ഒരു വഴി, ഇനിയൊന്ന് പറ എന്ന് പറയുമ്പോൾ ഹർഷ പറയണേ, എനിക്കറിയില്ല ആൻറ്റി, ഞാൻ എന്ത് ചെയ്യുമെന്ന് എനിക്കറിയില്ല എന്നിങ്ങനെ പറയണ്ട. ഉടൻ തന്നെ എന്തെങ്കിലും വഴി പറഞ്ഞുകൊണ്ട്, അല്ലെങ്കിൽ എൻ്റെ മക്കൾ എന്നെ ചോദ്യം ചെയ്യുമെന്ന് പറയണം കേട്ടോ. എന്നാൽ അനുപമയാണെങ്കിലോ ഇനി ആ സ്ത്രീയെ വലിച്ചു കയറി സത്യങ്ങൾ പുറത്ത് കൊണ്ടുവരിക തന്നെ ചെയ്യും. അതുകൊണ്ട് തന്നെ ഇന്ദ്രൻ എന്ന ആ മകൻ ഇനി സുശീലക്ക് നഷ്ടപ്പെടുന്ന ആ നാളുകൾ ായിരിക്കും ഇനി വരാനിരിക്കുന്നത്. എന്നാൽ ഒളിച്ചും പാത്തുമുള്ള ഈ സംസാരവും ഈ ഒരു കാട്ടിക്കൂട്ടലൊക്കെ കാണുമ്പോൾ രവിക്കുള്ളിൽ ചെറിയൊരു സംശയം വരികയാണ്. രവി എന്തായാലും അനുപമയെ കാണണം, ഇവരെന്തോ എന്നിൽ നിന്ന് മറച്ചു വെക്കുന്നുണ്ട്. സുശീല ആൻറ്റി ഇന്ന് ഹർഷയെ കൂട്ടുപിടിക്കണമെന്നുണ്ടെങ്കിൽ എന്തോ അവിടെ ഇവർ ഞാൻ അറിയാതെ കളിക്കുന്നുണ്ട് എന്ന തോന്നൽ രവിക്കുള്ളിൽ വരും. അങ്ങനെ രവി സത്യങ്ങൾ കണ്ടെത്താൻ വേണ്ടി ഇനി അനുപമയുടെ മുന്നിലോട്ട് വരുമ്പോൾ അനുപമ ഇക്കാര്യം രവിയോട് ഓർമ്മപ്പെടുത്തുമ്പോൾ രവിയുടെ ഉള്ളിൽ ഒരു സംശയം വരും കേട്ടോ. ആ സംശയത്തിന് ഇനി ഒരു അവസാനം നൽകാൻ ഹർഷയ്ക്ക് കഴിയില്ല. പക്ഷേ അനുപമ ഇതൊക്കെ അറിഞ്ഞു കഴിഞ്ഞാൽ ഇന്ദ്രനെ ഒഴിവാക്കത്തേ ഉള്ളൂ. ഇന്ദ്രൻ ഇനി ജീവിതം വേണ്ട എന്നുള്ള തീരുമാനം എടുത്ത് അനുപമ ഒഴിഞ്ഞു പോകും കേട്ടോ.